പാർട്ടി പരാതി പറഞ്ഞ കാര്യങ്ങൾ നീതി കിട്ടിയിട്ടില്ല എന്നുള്ള സൂചിപ്പിച്ചിരുന്നു. അപ്പോ പാർട്ടി സമീപനം ഈ തരം പരാതി ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയി മത്സരിച്ച എല്ലാവരും ജയിച്ചിട്ടില്ല. അപ്പം പ്രത്യേക 3 പേര് ജയിച്ചു, 2 പേര് പരാജയപ്പെട്ടു. 2 പേര് ജയിച്ചത് അവരുടെ സ്വാധീനം കൊണ്ടല്ല, UDF-ന്റെ സ്വാധീനത്തോടൊപ്പം അവരുടെ സ്വാധീനം കൂടെ കൂടിയിട്ടാണ്. അതിലൊരു സ്ഥാനാർത്ഥി BJP-യുടെ വോട്ടും എനിക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കൂട്ടത്തിൽ. ഞാൻ പറഞ്ഞു സോറി. അപ്പം ഈ ജയിച്ചതിൽ ഒരു സ്ഥാനാർത്ഥി UDF-ന്റെ വോട്ടും അതിന് പുറമെ BJP-യുടെ വോട്ടും എനിക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് മത്സരിച്ച ഒരാളാണ് ജയിച്ചിട്ടുള്ളത്. അപ്പൊ ഇവര് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്നാണോ അവരുടെ വിജയത്തിൻ്റെ അർത്ഥം? ഒരിക്കലുമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPIM-ന്റെ നേരെ ഉയർന്നു വരുന്ന വിമർശനങ്ങളിൽ ഉൾക്കൊള്ളേണ്ടതുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളും, അതിനെ ആസ്പദമാക്കി തിരുത്തേണ്ടതുണ്ടെങ്കിൽ അത് തിരുത്തും. ഇപ്പോ പറഞ്ഞ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ഒന്ന്, തനിക്ക് സീറ്റ് തന്നില്ല എന്നുള്ളതാണ്. ഈ എവിടെയാണ്, അമ്പലപ്പുഴയല്ല, അമ്പലപ്പുഴയും അതാണ്, തനിക്ക് മത്സരിക്കാൻ അവസരം തന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം മുഖ്യമായിട്ട് ഉന്നയിച്ചത്. അതുവരെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ തളിപ്പറമ്പ് സീറ്റിൽ ഞാൻ കുറെ കാലമായി ഈ പാർട്ടിയിൽ നിൽക്കുന്നു, എന്നിട്ട് എനിക്ക് സീറ്റ് തന്നില്ല. ഏത് പാർട്ടിയെക്കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്? ഞാൻ ബംഗാൾ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പോകുമ്പോൾ അവിടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് രാവിലെ മുതൽ വൈകുന്നേരം വരെ പങ്കെടുത്തിട്ടിരുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ബിമൻ ബാസു എന്നാണ്. 87 വയസ്സുണ്ട്. പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു. SFIയുടെ അഖിലേന്ത്യാ സ്ഥാപക ജനറൽ സെക്രട്ടറിയാണ്. ഒരു അസംബ്ലി മത്സരിച്ചിട്ടില്ല. ബംഗാളിൽ നിന്ന് 7-8 പേരെ രാജ്യസഭയിലേക്ക് അയക്കുന്ന സമയമുണ്ടായിരുന്നു. അതേ രാജ്യസഭാംഗമായിട്ടില്ല, ലോക്സഭാംഗമായിട്ടില്ല. അപ്പോൾ CPIM-നെ സംബന്ധിച്ചിടത്തോളം ബിമൻ ബാസുവിനെ പോലുള്ളവർ, സുന്ദരയ്യെ പോലുള്ളവർ, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ N ശ്രീധരൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെയൊക്കെ നേതാവുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കലും MLA ആയിട്ടില്ല, MP ആയിട്ടില്ല, മന്ത്രി ആയിട്ടില്ല. ഞങ്ങളുടെയൊക്കെ എത്രയോ ഉന്നതനായ നേതാവാണ്. അപ്പൊ ആ പാർട്ടിയിൽപ്പെട്ട ഒരാളാണ് എനിക്ക് ഇത്തവണ ഒരിക്കൽ കൂടെ മത്സരിക്കാൻ അവസരം തരണമെന്ന് പറയുന്നത്. എനിക്ക് വളരെ അടുപ്പമുള്ള ആളാണ് അതിലൊരാൾ. മറ്റൊരാൾ പറയുന്നു തളിപ്പറമ്പിൽ എന്നെ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല? അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരാൾ സ്ഥാനാർത്ഥിയാവുന്നത് സാധാരണയിൽ അയാൾ എനിക്ക് സ്ഥാനാർത്ഥിയാകണമെന്ന് പറയുമ്പോഴല്ല, അയാൾ ആകണ്ടെന്ന് പറയുമ്പോൾ പാർട്ടി പറയും. ഒരു സമരരംഗത്തേക്ക് നിങ്ങളെ പറഞ്ഞു വിടുന്നത് പോലെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് നിങ്ങളെ പറഞ്ഞു വിടുന്നത്. അപ്പൊ മത്സരിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ മത്സരിച്ചേ പറ്റൂ. അങ്ങനെ നിർബന്ധിച്ചിട്ട് മത്സരിക്കുന്നവരുമുണ്ട്, നിർബന്ധിച്ചാലും മത്സരിക്കാത്തവരുമുണ്ട്. അത്തരത്തിലൊരാളാണ് ബിമൻ ബാസു. ബിമൻ ബാസുവിനോട് ചോദിച്ചിട്ടുണ്ട്, യാത്രയ്ക്കൊക്കെ സൗകര്യമാവും രാജ്യസഭാംഗമായി കഴിഞ്ഞാൽ. അപ്പം അങ്ങനെയുള്ള ഒരു പാർട്ടിയിൽ ദുഃഖകരമാണ്. അത് ഞാൻ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയ്ക്ക് പറഞ്ഞു. ഇത്തരം പ്രവണതകൾ CPIM-ൽ വളർന്നു വരുന്നത് എന്തുകൊണ്ടാണ്? പാർട്ടിയിൽ ദീർഘകാലം പ്രവർത്തിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ ഒരാൾക്ക് തോന്നുകയാണ് എനിക്ക് ഒരു തവണ കൂടെ മത്സരിക്കണം. ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് സ്വഭാവമേ അല്ല. അതുകൊണ്ട് ഒന്നാമതായി ഈ തെരഞ്ഞെടുപ്പ് റിവ്യൂ നടത്തുമ്പോൾ പാർട്ടി പരിശോധിക്കാൻ പോകുന്ന ഒരു കാര്യം അത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. എന്തുകൊണ്ട് ഈ സ്ഥാനാർത്ഥിയാവുക, സ്ഥാനങ്ങളിലേക്ക് വരിക, ഇത്തരം മോഹങ്ങളും ആഗ്രഹങ്ങളും CPIM-ന്റെ വ്യത്യസ്ത തലങ്ങളിലുള്ള സഖാക്കളിൽ കടന്നു വരുന്നു? അപ്പൊ അത്തരം പ്രവണതകൾക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്യാൻ പാർട്ടി തയ്യാറാകേണ്ടതുണ്ട് എന്നുള്ളൊരു ആശയമാണ്. അപ്പൊ ഇത്തരം വ്യതിയാനങ്ങൾ പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതിനെതിരായിട്ടുള്ള പോരാട്ടവും തുടർന്നുള്ള നാടുകളിൽ പാർട്ടി ഏറ്റെടുക്കുന്നതാണ്. എങ്ങനെ അല്ല, ഇതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ, സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ആളുകളുടെ മോഹമാണെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചിട്ടുള്ള നിരീക്ഷണങ്ങളും വിമർശനങ്ങളുമാണെങ്കിലും അതെല്ലാം പാർട്ടി സ്വാഭാവികമായിട്ട് പരിശോധിക്കും. ഈ വിമർശനത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളത് നിങ്ങൾ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇത്രയും കാലം. മാധ്യമങ്ങൾ തന്നെ കണ്ടെത്തിയിട്ടുള്ളതാണ്. കൂട്ടത്തിൽ നിങ്ങളോട് പറയാം, സ്വതന്ത്രമായ പഠനം നടത്തിയിട്ടുള്ള പലരുടെയും റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ആ റിപ്പോർട്ടുകളിലും ഗവൺമെന്റ് ജനവിരുദ്ധമായ എന്തെങ്കിലും ചെയ്തു, ഗവൺമെന്റിന്റെ തെറ്റായ ചില നയതീരുമാനങ്ങളുണ്ടായി, അങ്ങനെ എന്തെങ്കിലും ഒരു പരാതി വോട്ടർമാര് പ്രകടിപ്പിച്ചിട്ടില്ല ഇതുവരെ. അപ്പോ അല്ല, ഈ ഭരണം എന്ന് പറയുന്നത് ഞാൻ ഇടയ്ക്ക് തന്നെ വിശദീകരിക്കുന്ന ഇടയ്ക്ക് പറഞ്ഞല്ലോ, CPIM-ന്റെ പ്രവർത്തനം
ജനങ്ങൾ ഏതെങ്കിലും പഞ്ചായത്തിന്റെ ചുമതല ഏറ്റെടുക്കണം, മുനിസിപ്പാലിറ്റിയുടെ ചുമതല ഏറ്റെടുക്കണം, സംസ്ഥാനത്തിന്റെ ചുമതല ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ ആ ചുമതല ഏറ്റെടുക്കും. അല്ലാത്ത സമയത്ത് തൊഴിലാളികളെയും കർഷകരെയും വിദ്യാർത്ഥികളെയും യുവാക്കളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിക്കും. ഇതാണ് പാർട്ടിയുടെ ചരിത്രം. ലോകത്തിന്റെ എല്ലാ സ്ഥലത്തുമുള്ള ചരിത്രം ഇങ്ങനെയാണ്. അപ്പൊ അത് അംഗീകാരമാണ്. ആ അംഗീകാരമാണെന്നുള്ളത് കൊണ്ടാണല്ലോ പാർട്ടി അത് ഏറ്റെടുക്കുന്നത്. ആ അംഗീകാരം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കും. വീണ്ടും ഇനി 5 വർഷം കൂടി നിങ്ങൾ ഭരിക്കണമെന്ന് കേരളത്തിൽ പറഞ്ഞപ്പോൾ ഭരിച്ചു. ഭരണത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഇപ്പൊ പറഞ്ഞു. ഞങ്ങൾ അന്തസ്സായിട്ട് ജനവിധി അംഗീകരിക്കുന്നു. ആ ജനങ്ങൾ ഇങ്ങനെ വിധി നൽകാൻ എന്താണ് കാരണം എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങളെ സംബന്ധിച്ച് എന്തൊക്കെയോ ചില പരാതികൾ ജനങ്ങൾ കൊണ്ടെന്നാണല്ലോ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അത് വളരെ വ്യക്തമാണ്. അപ്പൊ എന്താണ് ആ യഥാർത്ഥ പരാതികൾ എന്നുള്ളത് പരിശോധിക്കാൻ പോവുക. പിണറായി വിജയൻ PB തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാപരമായ കാര്യങ്ങളിൽ പാർട്ടി കോൺഗ്രസും പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുമാണ് തീരുമാനിക്കുന്നത്. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന് ശേഷം ചേർന്ന പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി പിണറായി വിജയനെ പോളിറ്റ് ബ്യൂറോയിലേക്ക് തിരഞ്ഞെടുത്തത് അടുത്ത പാർട്ടി കോൺഗ്രസിന്റെ സമയം വരെയാണ്. അപ്പൊ അതുവരെ തുടരും. രാജഗോപാൽ UDF-ന്റെയും കോൺഗ്രസിന്റെയും വോട്ടുകൾ BJP-യിലേക്ക് പോയതാണ് ഇത് ജയിക്കാൻ കാരണമായിട്ടുള്ള. അപ്പൊ ഇപ്പൊ 3 സീറ്റുകൾ BJP ജയിച്ചിരിക്കുകയാണ്. അവിടെ എന്താണ് സംഭവിച്ചത്? ആ 3 സീറ്റിലും എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഞങ്ങൾ ശരിക്കും പരിശോധിക്കണം. അതിനുശേഷം പറയാം. പയ്യന്നൂരിലും തളിപ്പറമ്പിലും എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾ പാർട്ടി പരിശോധിക്കും. പാർട്ടി കമ്മിറ്റി കൊടുക്കും. പൊതുവെ കണ്ടെത്തിയിരുന്ന പാർട്ടി പാർട്ടി ബ്യൂറോക്രാറ്റിക് ശൈലി കൂടുന്നു, ഏകാധിപത്യ പ്രവണത കൂടുന്നു. കേരളത്തിലും അങ്ങനെ ഉണ്ടായതാണ്. ഇത്ര അധികം പാർട്ടിയുടെ കേന്ദ്രങ്ങളിൽ പോലും ഇത്രയും തിരിച്ചടിവ് കാണുന്നു. പാർട്ടിയുടെ രേഖകളിലെല്ലാം അത് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, പാർട്ടി പ്രവർത്തനത്തിനിടയ്ക്ക് ഉദ്യോഗസ്ഥ മേധാവിത്വപരമായ സമീപനം പാർട്ടിയിൽ കടന്നുകൂടാം. അത് എന്നിൽ കടന്നുകൂടാം, മറ്റുള്ളവരിൽ കടന്നുകൂടാം. ഇത് നിരന്തരം പാർട്ടി പരിശോധിച്ച് തിരുത്തേണ്ട പ്രവണതകളാണ്. അപ്പോൾ അത് കേരളത്തിലെ പാർട്ടിയിലാണോ, അഖിലേന്ത്യാ പാർട്ടിയിലാണോ, ബംഗാളിലെ വേറൊരു സംസ്ഥാനത്തെ പാർട്ടിയിലാണോ എന്നുള്ളത് ഇപ്പോൾ പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് അടുത്ത കേന്ദ്ര കമ്മിറ്റിയോ അതിനടുത്ത കേന്ദ്ര കമ്മിറ്റിയോ ഒരു തെറ്റുതിരുത്തൽ രേഖ അംഗീകരിക്കാൻ പോവുകയാണ്. നേരത്തെ തന്നെ പാർട്ടി കോൺഗ്രസ് തന്നെ തീരുമാനിച്ചതാണ്. ഘട്ടം ഘട്ടമായി പാർട്ടി കേന്ദ്ര കമ്മിറ്റികൾ തെറ്റുതിരുത്തൽ പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കണം. അപ്പോൾ ഇവിടെ രേഖ അംഗീകരിച്ചു കഴിഞ്ഞാൽ ബംഗാളിലും കേരളത്തിലും ത്രിപുരയിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ അത് കൊണ്ടുപോകും. അപ്പോൾ ഉദ്യോഗസ്ഥ മേധാവിത്വപരമായ സ്വഭാവവിശേഷം പാർട്ടിയുടെ വ്യത്യസ്ത തലങ്ങളിലുള്ളവരിൽ ഉണ്ടാവാം. അത് ചൂണ്ടിക്കാണിച്ച് തിരുത്തുന്ന സ്വയംപ്രശ്നപരമായിട്ട് അത് അംഗീകരിക്കുന്ന സമ്പ്രദായമാണ് പാർട്ടിയിലുള്ളത്. കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ വളരെ രാഷ്ട്രീയത്തോടും സംസാരിക്കുന്ന പല ആരോപണങ്ങളും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വിലയിരുത്തുമ്പോൾ ആ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ കേരളത്തിന്റെ വികസനത്തിന്, കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് എന്ത് ചെയ്തു എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. അതിലേറ്റവും മികച്ച മാതൃകയാണ്, താരതമ്യമില്ലാത്ത മാതൃകയാണ് പിണറായി വിജയൻ്റെത്. ആളോട് പെരുമാറുന്ന ഘട്ടത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പിന്നെ ഉൾക്കൊള്ളാൻ എനിക്കെന്ന പോലെ ഓരോ സഖാവിനും കഴിയും, പിണറായിക്കും കഴിയും. അത്രയേ ഉള്ളൂ.